മോർണിംഗ് കൂട്ടുകാരെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മണി ഇപ്പോൾ 9 മണിയായിട്ടുണ്ട്. അതെ, ഞാനിപ്പോൾ വീട്ടിലാണ്. ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇന്നൊരു കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിന് പോവുകയാണ് എല്ലാവരും. കാണാൻ പറ്റുന്നുണ്ടോ? പണ്ട് ഈ മരങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ വീടൊക്കെ നന്നായിട്ട് കാണാമായിരുന്നു. അപ്പോൾ കല്യാണ ചെക്കനും വീട്ടുകാരും ഒക്കെ പോകുന്ന വീഡിയോസാണ് കണ്ടുകൊണ്ടിരിക്കുന്ന. വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ്. ഞാൻ നാളെ പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് ഫംഗ്ഷന് പോകുമ്പോൾ ഞാൻ വീഡിയോ കാണിക്കാം. എനിക്കിന്ന് ഒട്ടും വയ്യ, നല്ല പനിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഫുള്ള് റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം ഫംഗ്ഷന് പോകാം. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കാം. ഇന്ന് സദ്യയല്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും താഴോട്ട് ഇറങ്ങി പോകാനായിട്ട് പോവാണ്. നല്ല രസമല്ലേ ഇവിടുത്തെ കാഴ്ച. ഫുൾ മരങ്ങൾ കാണണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. ഇത് കാടാണോ വീടാണോ എന്ന് സംശയം ഉണ്ടാവും. അപ്പം കല്യാണച്ചക്കൻ്റെ വണ്ടിയൊക്കെ പോവാണ്. ടി വി വെച്ചിട്ട് പോകുന്ന അച്ഛൻ. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വീട് അങ്ങനെ വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല. ഇതാണ് എൻ്റെ വീടിൻ്റെ പുറമേ നിൽക്കുമ്പോഴുള്ള കാഴ്ച. ഒരു തുളസിച്ചെടി വളർത്തിയെടുക്കാനുള്ള വ്യഗ്രതയിലാണ് എൻ്റെ അച്ഛൻ. പക്ഷെ നടക്കുന്നില്ല. പട്ടി കയറാതിരിക്കാൻ അടച്ചിട്ട് പോയിട്ടുണ്ട്. ഞാൻ എഴുന്നേക്കും എന്നച്ഛൻ പ്രതീക്ഷിച്ചു. എഴുന്നേറ്റില്ല. എൻ്റെ അച്ഛൻ പോയി. എനിക്ക് വയ്യായിരുന്നു കേട്ടോ. നല്ല ജലദോഷവും ഒട്ടും വയ്യായിരുന്നു. അമ്മയും എല്ലാവരും കല്യാണത്തിന് പോയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള കല്യാണമല്ലേ, അപ്പം അമ്മയൊക്കെ പോയിട്ടുണ്ട്. അയ്യോ, ഞാൻ വന്നപ്പോൾ ചെമ്പരത്തിപ്പൂവിനകത്തു നിന്ന് അത് ചിത്രശലഭം ഇറങ്ങിപ്പോയി. ഇവിടെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. അത്യാവശ്യത്തിന് ഒരുപാട് ചെടികളുണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ കൊറോണ കാലത്ത് നട്ട ചെടികളാണ്. അതൊക്കെ ഇപ്പം സത്യം പറഞ്ഞാൽ അന്നൊക്കെ ഒരു പണിയില്ലായിരുന്നല്ലോ. പിച്ച ചെടികളാണ്. ഇത് കൊറോണ കാലത്തല്ല, ഇത് അച്ഛൻ അമ്പലത്തിൽ കൊണ്ടുപോകാനായിട്ട് പൂവൊക്കെ കെട്ടി കൊണ്ടുപോകില്ലേ, അപ്പം അതിന് വേണ്ടി അച്ഛൻ നട്ടുപിടിപ്പിച്ചതാണിത്. ഇവിടെയൊക്കെ ഈ റോസയൊക്കെ ഞാൻ കൊണ്ട് നട്ടതാണ്. കൊറോണ ചെടികൾ. കൊറോണ കാലത്ത് എന്ത് ചെയ്യും എന്നറിയാൻ വയ്യാതിരിക്കുമ്പോൾ ചെയ്യുന്ന മഴയത്താണ് കേട്ടോ. ഇതെനിക്ക് അച്ഛൻ തന്നിട്ടുണ്ട്. ഇത് ഞാനും കൊണ്ട് നട്ടിട്ടുണ്ട്. ഈ ചെടിയുടെ പേരെന്തെന്ന് എനിക്കറിയത്തില്ല. അച്ഛൻ എവിടെ നിന്നോ വാങ്ങിത്തന്നതാണ്. ഇത് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെ ഞങ്ങൾ നട്ടിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ നാത്തൂൻ്റെ കലാവിരുതുകളാണ് കേട്ടോ. ശരിയാ, എല്ലാവരും നമ്മൾ കുറേശ്ശെ ചെടികളൊക്കെ നടും. കണ്ടോ, ഇത് നമ്മുടെ കാട്ടു റോസയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വയലറ്റ് റോസ ഞാൻ അച്ഛനോട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അച്ഛൻ നഷ്ടപ്പെടുത്തിയപ്പോൾ അച്ഛൻ അതിൽ നട്ട് വെച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിലൊക്കെ നല്ല പൂക്കളുണ്ട്. പരുളി ഭയങ്കര വിഷമാണ്, അതുകൊണ്ട് ടച്ച് ഹാൻഡിൽ വിത്ത് കെയർ ആണല്ലേ. ഒരുപാട് റോസാപ്പൂക്കൾ ഇങ്ങനെ ഒടിഞ്ഞു പോകുന്ന രീതിയിൽ നിൽപ്പുണ്ട്. നല്ലൊരു മഴ കിട്ടിയതിൻ്റെതാവും. അങ്ങനെ എൻ്റെ പാവലാണ് കേട്ടോ. പാവല അച്ഛൻ പൂപ്പന്തൽ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് അശോകമരം. ഇതെങ്കിലും വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അച്ഛൻ എന്നും കൊണ്ട് ഓരോന്ന് നടും. അപ്പം ഞാനിത് ഒന്ന് ചുറ്റി ഫുള്ള് കാണിക്കാം. എനിക്ക് രാവിലെ എണീറ്റ് ഇന്നാണ് ഇച്ചിരി മഴ കുറഞ്ഞുള്ളത്. ഇതിൽ പണ്ട് കണ്ടമാനം പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം എല്ലാം പോയിരിക്കുന്നു. ഇങ്ങോട്ടൊന്നും കാണിക്കാനേ ഇല്ല. ഭയങ്കരമായിട്ട് കാട് പിടിച്ച് കിടക്കുകയാണ്. മഴയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തൂക്കുന്നതും തൂത്തിട്ട് കയറിയാലും മൊത്തം കരിയില വീഴുന്നുണ്ട്. പിന്നെ ഈ മരം വെട്ടിയിട്ടുള്ള ഒരു പരിപാടിക്ക് ഞങ്ങൾ നിൽക്കാത്തത് കൊണ്ടും പിന്നെ തൂക്കണം. പിന്നെ ഈ മഴ അങ്ങനെ കലശലമായി നിൽക്കുന്നത് കൊണ്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കാട് പോലെ ഫീൽ ചെയ്യുന്നില്ല. നല്ല കൊതുകുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു മരം, ഇതിൻ്റെ മുകൾ കണ്ടോ? ഈ മരം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? അച്ഛൻ ലക്ഷ്മി തരൂ എന്നും പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു മരമാണ്. ഇങ്ങനെ നന്നായിട്ട് കൂർത്തൊക്കെ പോകുന്നൊരു സംഭവമാണ്. ഒറ്റത്തടിയാണ്. പക്ഷേ ഈ മരം ഞാൻ ഇത്രയും
ഭയങ്കരമായിട്ട് ഈ മരത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം പണ്ട് ഏറ്റവും കൂടുതൽ തല്ല് തന്നിരുന്ന മരമാണ്. കാരണം ഇതിൻ്റെ കമ്പ് വെച്ചായിരുന്നു എൻ്റെ അച്ഛൻ എന്നെ അടിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ അങ്ങനെയൊന്നും അടിക്കത്തില്ല, ഞാനും ചേട്ടനും കൂടി അടി കൂടുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അച്ഛൻ അടിക്കും. പക്ഷെ അടിച്ചാൽ ഇത് കാല് പൊട്ടും, അങ്ങനത്തെ കമ്പാണ്. സത്യം പറഞ്ഞാൽ ഇതിന് പൊക്കം വയ്ക്കാൻ ഞാനും ചേട്ടനും ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ അതിന് അച്ഛന് അത് കട്ട് ചെയ്യാൻ പറ്റുന്ന പൊക്കത്തിലുള്ളായിരുന്നു. അപ്പം എൻ്റെ പൊന്നെ, എനിക്കിതിനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഈ മരം. എങ്ങനെയെങ്കിലും പോയാൽ മതി. പക്ഷേ ഇതിപ്പം എങ്ങനെ നിൽക്കുന്നു എന്ന് എനിക്കറിയത്തില്ല, കാരണം മണ്ണൊന്നുമില്ല. പക്ഷേ ഇത് അപ്പോഴെനിക്കിതങ്ങ് എങ്ങനെയെങ്കിലും ഒന്നി ഇത് വളരണം, ഇല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ പോകണം. കാരണം ഇത് അച്ഛൻ നല്ല അടി തരുമ്പോൾ ചുറ്റി അടിക്കും. അയ്യോ, അതിൻ്റെ വേദന ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ നമ്മൾ ചില്ലറ കുരുത്തക്കേടൊന്നും അല്ലായിരുന്നു, ഞാനും ചേട്ടനും കൂടെ അടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുരുത്തക്കേടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് കൊണ്ടുവച്ച ചന്ദനമാണ് ഇത്. അതിന് ഒരു വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഇത് നന്നായിട്ട് വളർന്നു. ഇതായിരുന്നു ചന്ദനം പോലെ വളർന്നതെങ്കിലെന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ എന്ന് പറയുന്ന പോലെ ഭയങ്കര അടിയായിരുന്നു അത് വെച്ച്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ. ഇത് ക്രിസ്മസിനെന്നല്ല, അച്ഛൻ എന്നും ഇവിടെ ലൈറ്റ് ഇട്ടേക്കും. എനിക്കറിയത്തില്ല, അച്ഛൻ്റെ കുറച്ച് എന്താണ് എന്തോ കുറച്ച് തിങ്കിങ് ഒക്കെയാണ്. ക്രിസ്മസിന് ഇട്ടാൽ പോരെ ഈ സ്റ്റാർ എല്ലാ ദിവസവും എല്ലാ ടൈമും എപ്പോഴും കത്തിയിരിക്കും, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെയൊക്കെ നല്ല കാടായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇതിനെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇതിനകത്തൊക്കെ ഇവിടെ നടക്കാനൊക്കെ ഞാൻ ഒരു ദിവസം മഴയില്ലാത്തത്, ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഫുള്ള് മഴയായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. പക്ഷേ ഇവിടെ നമുക്ക് കണ്ടാൽ പണ്ട് നമുക്കൊക്കെ മധുരം കിട്ടുമെന്ന് പറയും കേട്ടോ. എന്തോന്ന് ഉപ്പൻ, അത് വെള്ളക്കാറ് കണ്ടാൽ വെള്ളക്കാറ് ഫസ്റ്റ് പഞ്ചാരക്കിളിയും ഇനിപ്പേന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ ഉപ്പിനെ കണ്ടാലും മധുരം കിട്ടും. ഇന്നെനിക്ക് മധുരം കിട്ടുമെന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. മധുരം കിട്ടാൻ കുറച്ച് പഞ്ചസാര എടുത്ത് തിന്നാൽ പോരെ അല്ലേ? അങ്ങനെയല്ല, പണ്ടൊക്കെ നമുക്ക് മുട്ടായി, ഒരു മുട്ടായി എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര കാത്തിരുന്ന് കിട്ടുന്ന സാധനങ്ങളായിരുന്നല്ലേ. ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ ഓക്കെ ഒരു മുട്ടായിയൊക്കെ എപ്പോഴും കാണും ഇവിടെ ഫ്രിഡ്ജിൽ. എപ്പോഴും കുഞ്ഞിന് വേണ്ടിയിട്ട് മുട്ടായിയൊക്കെ വാങ്ങിച്ചു വയ്ക്കും. പക്ഷെ നമ്മളങ്ങനെ അല്ലായിരുന്നു. നമുക്കൊരു കുഞ്ഞ് നാരങ്ങ മുട്ടായി ഭയങ്കര ഒരു മധുരവും ഭയങ്കര ഒരു കാലവും ഒക്കെ ആയിരുന്നു ആ ഒരു കാലഘട്ടം അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് പനി ചെറുതായിട്ട് വിട്ടു പോയിട്ടുണ്ട്, എന്നാലും ഭയങ്കരമായിട്ട് ഒരു കുളിരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഇവിടെയെങ്കിലും നടക്കുന്നില്ല. എനിക്ക് മറ്റന്നാൾ പോകേണ്ടതുമാണ്. ഇത് കണ്ടോ, ഇതെനിക്ക് ഈ മഴ സമയത്ത് ഭയങ്കര നൊസ്റ്റു അടിക്കുന്ന ഒരു ചീരയാണ്. നിങ്ങളവിടെ എന്ത് പറയുമെന്ന് അറിയത്തില്ല, ഞങ്ങളവിടെ പറയുന്നത് സിംഗപ്പൂർ ചീര എന്നാണ് പറയുന്നത്. ഇത് ഭയങ്കര നൊസ്റ്റു അടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് മഴയാകുമ്പോൾ എൻ്റെ അച്ഛൻ ജോലിയൊന്നും കാണത്തില്ല, ജോലിയില്ലായിരിക്കും. അപ്പോൾ ഈ ഒരു ചീരയുടെ തോരനും രസവും നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയില്ലേ അത് നമുക്ക് കുറച്ചേ ഉണ്ടാക്കൂ, കാരണം നാളത്തേക്കും കൂടി കരുതി ആ ഒരു കരുതലിലായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു രസവും ഈ ഒരു സിംഗപ്പൂർ ചീര തോരനും വെക്കും. അയ്യോ എൻ്റെ ദൈവമേ, എന്തൊരു ടേസ്റ്റാണ് അതിന്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ആ മഴക്കാലത്ത് അച്ഛന് ജോലി ഇല്ലാതാവുമ്പോൾ അത് കുറച്ചേ കാണത്തുള്ളൂ, അതെല്ലാവർക്കും കഴിക്കണം. ഈ സിംഗപ്പൂർ ചീരയ്ക്കൊരു അമൃതിൻ്റെ രുചിയാണ്. അത് അന്നത്തെ ഒരു കാലം അല്ലേ. മഴയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാനേ പറ്റിയിട്ടില്ല, ഭയങ്കര വിഷമമുള്ളൊരു കാലഘട്ടമാണ് മഴക്കാലം. അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അങ്ങനെയല്ല, അതുപോലെയല്ല ഇപ്പോൾ എനിക്ക് മഴയൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്, മഴയൊക്കെ ആസ്വദിക്കുന്നുണ്ട്, മഴ വരാൻ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ പനി വരുമ്പോൾ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. പക്ഷേ അന്നൊക്കെ എനിക്ക് ആ മഴ, അച്ഛന് ജോലിയില്ലാത്ത ദിവസങ്ങൾ, സിംഗപ്പൂർ ചീരയുടെ തോരൻ, പക്ഷേ ഇപ്പോഴും എനിക്ക് ആ തോരൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, തിന്ന് മടുത്താലും നമുക്കിതേ ഉള്ളൂ എന്ന് തോന്നിയാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു രസം, ആ രസത്തിനകത്തൊന്നും കാണത്തില്ല, പുളി മാത്രമേ കാണുള്ളൂ. അത് വെച്ചപ്പോൾ രസമെന്ന് പറയത്തില്ല, പുളി വെള്ളമെന്ന് പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊരു ദിവസം ഞാൻ അമ്മയോട് ഉണ്ടാക്കി തരാൻ പറയാം. അത് അമ്മയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും, ഞാനൊന്നും ഉണ്ടാക്കിയ ടേസ്റ്റ് കിട്ടത്തില്ല. അത് കഷ്ടപ്പാടിൻ്റെ രുചി എന്ന് പറയത്തില്ല, അതാണ്. കല്യാണത്തിന് ഒറ്റയ്ക്ക് പോയിട്ട് വന്നിരിക്കുന്നു മോൻ. എനിക്കെവിടെയാണാ കൊണ്ടുവന്ന്, എന്തോന്ന് കൊണ്ടുവന്ന്, എവിടെ ബോളല്ലത് നാരങ്ങയാണ്. ബോൾ കണ്ടു വെച്ചേക്കണം.
അംഗൻവാടിയിൽ പോയതിന് ശേഷം അമ്മ ടീച്ചറാണ്. അമ്മയെന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛമ്മ അവന് ടീച്ചറാണ്. എന്ത് പരാതി ഉണ്ടെങ്കിലും ടീച്ചറേന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടൊരു പോക്കാണ്. അപ്പം അമ്മ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഞാറയ്ക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഞാറയ്ക്കയിൽ ഇപ്പോൾ കാണുന്നൊരു ട്രെൻഡാണല്ലോ ഉപ്പും മുളകും ഇട്ടിട്ട്. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൽ പ്രത്യേകിച്ചൊന്നും